ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യു വിയും അതേപോലെ സാനിറ്റൈസറിൻ്റെ ഫോഗും കൂടെ ആക്കിയിട്ടുള്ളൊരു ഡിസിൻഫെക്ഷൻ യൂണിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ യു വി ഡിസിൻഫെക്ഷൻ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് അത് ആദ്യമായിട്ട് അതിന് വേണ്ടതൊരു പ്ലാസ്റ്റിക് ബോക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ഡിസിൻഫെക്ഷൻ ബോക്സ് നമുക്ക് കൊറോണയെ പ്രതിരോധിക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്ന്. അപ്പോൾ ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 100 രൂപയോളം വില വരും ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിന്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ആദ്യം ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. അപ്പോൾ യു വി റേസ് ആണ് നമ്മളിതിൽ UVC ആണ് കൊടുക്കുന്നത്. അപ്പോൾ UV നമുക്ക് നമ്മുടെ ബോഡിക്ക് സ്കിന്നൊക്കെ ഹാംഫുള്ളാണ്. അപ്പോൾ നമ്മൾ UV ലൈറ്റ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ചുറ്റും ഇതിൻ്റെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അലൂമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കും വരില്ല. പിന്നെ നമുക്ക് ഉള്ളിൽ മാക്സിമം അതിൻ്റെ UVയുടെ ഔട്ട്പുട്ട് കിട്ടും നമുക്ക് ലൈറ്റ്. രണ്ട് ഭാഗമുണ്ട് ഇതിൻ്റെ. ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗവും പിന്നെ ഒന്ന് ഇത്തിരി ഒരു ഗ്ലേസിങ് കുറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലേസിങ് ഉള്ള ഭാഗം വേണ്ട. അത് ജസ്റ്റ് അതിൻ്റെ ടോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. ടോപ്പ് കണ്ടോ, ടോപ്പ് നമ്മൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിൽ ഫുള്ള് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, അപ്പോൾ അതിൻ്റെ ക്യാപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സർക്യൂട്ടിൻ്റെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇനി അടുത്തായിട്ടാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഫോഗ് ഫോമിലേക്ക് മാറ്റാനായിട്ടൊരു ഡിവൈസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടെയ്നർ. ഇതിൽ 30 ml ആണ് ഇതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി. ഇതിൻ്റെ ഒരു മിഡിൽ പോർഷനായിട്ടാണ് അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ വരുന്നത്. കണ്ടോ, ഈ കാണുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. പിന്നെ നമ്മുടെ ഒരു ഫ്യൂംസ് പോകാനായിട്ട് നമ്മളൊരു എയർവേ ഉണ്ടാക്കിയേക്കാണ്. ഒരു 20 ml സിറിഞ്ച് കട്ട് ചെയ്തിട്ടാണ് എയർവേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ സാനിറ്റൈസർ വേപ്പറായി പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ക്യാപ്പ്. നമുക്കിനി നമ്മുടെ യൂണിറ്റിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഈ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇതിൽ. നമുക്കതിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടൈമർ സർക്യൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈമർ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ഓഫ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 10 സെക്കൻഡ് സെറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏജൻറ്റ് അനുസരിച്ച് നമുക്ക് ടൈം ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇതിൽ 3 സെക്ഷനാണ് ഉള്ളത്.
ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ നമ്മുടെ സാനിറ്റൈസർ ലിക്വിഡ് ഫോമിലേക്ക്, അതായത് ലിക്വിഡ് ഫോമിലുള്ള സാനിറ്റൈസറിനെ നമുക്ക് ഒരു ഫോഗ് ഫോമിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഫ്യൂമിഗേറ്ററിലേക്ക് യൂസ് ചെയ്യുന്ന ഫ്യൂംസ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UV LED പവർ കൊടുക്കാനായിട്ട്. നമ്മുടെ UV ഇപ്പോൾ 29 വോൾട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു UV ലൈറ്റ് ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ഈ UVയിൽ 24 വോൾട്ടിൽ കൊടുക്കും, ബ്രൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അതെല്ലാം ഒരു SMD LED എല്ലാ SMD എല്ലാം ഊരിയെടുത്തിട്ട് വേറെ ബോർഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 29 വോൾട്ടിൽ ഇതിൽ കൊടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ടൈമർ സെക്ഷൻ. ഈ ടൈമറിൽ നമുക്ക് 2 സെക്കൻഡ് ടു 3 മിനിറ്റ് വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാനുള്ള ഏജൻറ്റുകൾ നമുക്ക് ഇത്ര ടൈം കഴിഞ്ഞ് ഓഫ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ട്രിമ്മർ വെച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂണിറ്റ് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 10 സെക്കൻഡിന് ബിലോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സർക്യൂട്ട് ഓൺ ആവും. കണ്ടോ, ഈ ഒരു സർക്യൂട്ട് ഇപ്പോൾ ഫുൾ ഓൺ ആവും. ഓട്ടോമാറ്റിക് ഒരു 10 സെക്കൻഡ്, ഒരു 7 സെക്കൻഡ് താഴെ വരുമ്പോൾ ഓഫ് ആവും. ഓക്കെ, ഇപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ട് ഗ്ലൂ ഗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഫിക്സ് ചെയ്യുന്നത്. നമുക്കിവിടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് താഴെ വരുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓൾറെഡി ലൈറ്റും അതേപോലെ നമ്മുടെ ഫോഗിൻ്റെ സെക്ഷനും ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ഈ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ട്. നമുക്ക് ടൈം വേണമെങ്കിൽ ഇത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്കിനി ജസ്റ്റ് സാനിറ്റൈസറിൻ്റെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് സാനിറ്റൈസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്യാഷാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ പല ആൾക്കാർ ഉപയോഗിച്ച് മാറിയ പൈസയ്ക്ക് നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പൈസ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ടൈം കുറവാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി ടൈം കുറവാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി മെഷീൻ ഓണാക്കാം. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഓണായിട്ടൊരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് സർക്യൂട്ട് ഓഫ് ആവുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ജസ്റ്റ് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂംസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്യൂംസ് വരുന്നു, അതുപോലെ നമ്മുടെ UVC ലൈറ്റ് വരുന്നത് കാണാം. ഓക്കെ, ഓട്ടോമാറ്റിക് ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഞാനിപ്പോൾ ഏറ്റവും കുറവാണ് വെച്ചേക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പരമാവധി ടൈം കുറവാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന ടൈം നമുക്ക് ഏജൻറ്റ് അനുസരിച്ച് ടൈം കൂടുതൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി അടുത്ത ഫോണാണ് നമ്മൾ സാനിറ്റൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഫോൺ ഉള്ളിലേക്ക് വയ്ക്കാം. ഫോണ് വെച്ചിട്ട് നമുക്കിനി ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഡിസിൻഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഫ്യൂംസ് കുറവാണ്, കാരണം ടൈം കുറവാണ്. കുറച്ച് ടൈം കൊടുത്താൽ നമുക്ക് ആവശ്യം ഫ്യൂംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഫ്യൂംസ് കുറവാണ്. നമുക്ക് ജസ്റ്റ് ഇതിന് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണോ, ഇതിലുണ്ടാവുന്നത് ഫ്യൂംസ് വളരെ കുറവാണ്.
ഫ്രണ്ട്സ് നമുക്ക് അടുത്തായിട്ട് കുറച്ച് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാസ്കുകൾ ഉണ്ടാവും. മാസ്കുകൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. നമുക്കിപ്പോൾ വല്ല ക്വാറന്റൈനുള്ള നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അതേപോലെ ഇതുപോലെ മാസ്കുകൾ, വാച്ച്, അതേപോലെ നമുക്ക് ഇതുപോലത്തെ ചെറിയ യൂണിറ്റിൽ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെഷീനെ ഓണാക്കാം. ഞാൻ ടൈം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തുടർന്നുള്ള വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.